കളിക്കാൻ പോയതായിരുന്നു. കളി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വിദ്യാർത്ഥിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 16-കാരിയായ വിദ്യാർത്ഥിനിക്ക് മാനഹാനി വരുത്തിയെന്ന കേസിൽ യുവാവ് റിമാൻഡിൽ. മങ്കട പള്ളിപ്പുറം വെളുത്തേങ്ങോടൻ മുഹമ്മദ് ഷാഫിയെയാണ് മഞ്ചേരി പോക്സോ സ്പെഷ്യൽ കോടതി ഈ മാസം 15 വരെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് അയച്ചത്. 2023 ജൂലൈ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ലൈംഗികാതിക്രമം നടത്തിയെന്ന 13-കാരന്റെ പരാതിയിൽ മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ചാപ്പനങ്ങാടി പറങ്കിമൂച്ചിക്കൽ, ചെറുങ്ങാട്ടുതൊടി ദാമോദരൻ, കുറുപ്പമ്പടി നൊണ്ടത്ത് അഹമ്മദ് കുട്ടി എന്നിവരെയാണ് കോടതി ഈ മാസം 14 വരെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് അയച്ചത്. ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന 2.25 ടൺ പഴകിയ മത്സ്യം അധികൃതർ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി കണ്ടനകം ആനക്കര റോഡിൽ തിരുമാണിയൂരിൽ വെച്ചാണ് സംഭവം. ഇതുവഴി കടന്നുപോയ ലോറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാഹനം തടയുകയായിരുന്നു. പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിൽ ഐസ് ഫാക്ടറിയിൽ നിന്നുള്ള അമോണിയ ചോർച്ച മൂലം ദുരിതത്തിലായി പ്രദേശവാസികൾ. ഫാക്ടറിക്ക് സമീപത്തെ വീടുകളിലെ കിണറുകളിലെ വെള്ളവും മലിനമായി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശവാസികൾ നേരിടുന്നത്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ കാത്തിരിപ്പ് നീളും. റെസ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ അനുമതി നൽകൂ എന്ന് മലപ്പുറം MP ഡോക്ടർ അബ്ദുസമദ് സമദാനി MPയെ വ്യോമയാന സഹമന്ത്രി രേഖാമൂലം അറിയിച്ചു. ഒതായിലെ ബേക്കറി കടയിൽ മോഷണം, പ്രതി പിടിയിൽ. ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് നദീമാണ് പിടിയിലായത്. ഒതായിലെ സിറ്റി ബേക്കറിയിലാണ് മോഷണം നടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന 1000 രൂപ കവർന്നു.